മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരെയും നഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I can do only one because Jesus is only one, and I take Jesus at His word. He has said, "You did it to me," and so my sisters and I and the brothers, we take one person, individual person, one person at a time. We can serve only one at a time. We can love only one at a time. Yet the whole work, though it sounds so big and so much and all that, yet it is but only a drop in the ocean. But if we didn't do that little drop, that ocean would be one drop less. And so we have no reason to be despondent or discouraged or unhappy about it, because we are doing it to Jesus. So He had said, "I was hungry and you fed me." So in each one you see Yes, Jesus. It is Jesus, because Jesus has said so. You did it to me. പലപ്പോഴും നാം വിശുദ്ധരെ കാണുന്നത് ഈശോയോടൊപ്പം സ്വർഗത്തിലിരിക്കുന്നവർ, നമുക്ക് വേണ്ടി ഈശോയ്ക്ക് മുന്നിൽ മധ്യസ്ഥം വഹിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരുന്നവർ എന്നൊക്കെ മാത്രമാണ്. എന്നാൽ അവരുടെ മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്താനോ ഒരു വിശുദ്ധനും വിശുദ്ധയുമൊക്കെ ആയിത്തീരുവാനോ നാം ഒരിക്കലും പരിശ്രമിക്കാറില്ല. ഈശോ പറയുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ദുബായ് നഴ്സസ് മിനിസ്ട്രിക്ക് വിശുദ്ധ ജിയാന പുണ്യവതിയുടെ മകൾ ഡോക്ടർ ഇമാനുവേലയുമൊത്ത് കുറച്ച് സമയം ചെലവഴിക്കുന്നതിന് ഒരു അനുഗ്രഹം ലഭിക്കുകയുണ്ടായി. ആ പുണ്യവതിയുടെ മകൾ ആ അമ്മയുടെ ജീവിതത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ആ ജീവിതം നേരിൽ കാണുന്ന ഒരു അനുഭവമായിരുന്നു. വിശുദ്ധരും നമ്മെപ്പോലെ സാധാരണ മനുഷ്യരായിരുന്നു. എങ്കിലും ഈശോയോടുള്ള അവരുടെ തീക്ഷ്ണമായ സ്നേഹമാണ് അവരെ വിശുദ്ധരാക്കി മാറ്റിയത്. A newspaper, National Catholic Register, interviewed me. They asked me these questions. According to you, how much is important your mother's witness for the world today? Well, what I have answered, I answer in this way. I think the world today
particularly needs my mother's like witness, and perhaps today more than ever. Her exemplary Christian like witness, her sacred respect for life, her great joy to live, her courage and spirit of sacrifice, her unlimited trust in divine providence, her great love for the life. Nurses Ministries is called to be a saint. Yes. ഇപ്പോൾ നമുക്ക് UAE-ലെ അലൈനിൽ നിന്നുള്ള ഈ നഴ്സസ് പറയുന്നത് ശ്രദ്ധിക്കാം. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകുമെന്ന്. നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ ലക്ഷ്യവും അതുതന്നെയല്ലേ? ഓരോ നേഴ്സും ഒരു വിശുദ്ധയായി തീരുക എന്നത്. അതുകൊണ്ട് തന്നെയല്ലേ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ നാം പലപ്പോഴും പരസ്പരം അഭിവാദനം ചെയ്യാറില്ലേ, നീ ഒരു വിശുദ്ധയാണെന്ന്. ആദ്യമൊക്കെ നമ്മളിതൊരു തമാശയായി ചിരിച്ച് കളിതിരുന്ന കാര്യമാണെങ്കിലും ഇപ്പം നമുക്കിത് പറയുവാനും കേൾക്കുവാനുമൊക്കെ കൂടുതൽ ഇഷ്ടമായി തുടങ്ങിയല്ലേ? അതെ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഒരു ദിവസം നമ്മുടെ പ്രാർത്ഥന നയിച്ചുകൊണ്ടിരുന്ന സഹോദരൻ നമ്മോട് പറഞ്ഞത്, നിങ്ങളായി തീരുവാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധയെ മനസ്സിൽ കരുതി പ്രാർത്ഥിക്കുവാൻ. അന്ന് ഞാൻ എൻ്റെ പേരിൻ്റെ വിശുദ്ധയായ വിശുദ്ധ അന്നയെ തന്നെയായിരുന്നു. വിശുദ്ധ അന്ന, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമ്മ, ആ വിശുദ്ധയെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ എനിക്കൊരു പ്രചോദനമുണ്ടായി. നിങ്ങളുടെ അനുഭവം എന്താണ്? ശരിയാണ് പ്രീതി പറഞ്ഞത്. പ്രീതി, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്നത്തെ ആ അനുമോദന പ്രസംഗത്തിനിടയ്ക്ക് വൈദികൻ പറഞ്ഞ വാക്കുകൾ, ഞാനൊരു വൈദികനായിട്ട് പോലും ഇന്ന് വരെ എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പോലും നീ ഒരു വിശുദ്ധനാണ് അല്ലെങ്കിൽ വിശുദ്ധനാകണമെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ഞാനും ഒരു പുരോഹിതനാണെങ്കിലും മറ്റാരോടും തന്നെ നീ ഒരു വിശുദ്ധനാണ് എന്ന് പറയാറില്ല. ഇന്ന് നിങ്ങളിവിടെ പരസ്പരം അഭിസംബോധന ചെയ്യുകയും എന്നോട് ഞാനൊരു വിശുദ്ധനാണ് എന്ന് പറയുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലും എന്തോ ഒരു വികാരമാണ് ഉണ്ടായത്. ശരിയല്ലേ, എന്നിലും ഒരു വിശുദ്ധനുണ്ടെന്നൊരു ബോധ്യം എനിക്ക് വന്നത്. അതുപോലെ എനിക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, എനിക്കും ഒരു വിശുദ്ധനാകാൻ പറ്റും എന്നൊരു ചിന്ത എന്നിൽ ഇപ്പോൾ ഉളവായി എന്ന് വൈദികൻ പറയുകയുണ്ടായി. അപ്പോഴാണ് നമ്മളും ചിരിച്ച് തള്ളിക്കളയുന്ന ഈ വിശുദ്ധയാണ് എന്ന വാക്കിൽ ഇത്രയധികം അതിന് ആഴവും അർത്ഥവും വ്യാപ്തിയും ഉണ്ട് എന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിലും ഉണ്ടായത്. അതുവരെ നമ്മളൊക്കെ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മകളിൽ കൂടും, നമ്മൾ പറയും ആ വിശുദ്ധയാണ് അങ്ങനെ പറഞ്ഞ് നമ്മൾ ചിരിച്ചങ്ങ് പോകും. പക്ഷേ അന്ന് ഞാൻ തീരുമാനിച്ചു, എനിക്കും എന്തെങ്കിലും ഒരു വിശുദ്ധയാകാനായിട്ട് ചെയ്യാൻ സാധിക്കില്ലേ? അതുകൊണ്ട് അതാണ് എൻ്റെ വിശുദ്ധിയെക്കുറിച്ച് കൂടുതൽ വായിക്കാനും പഠിക്കാനും എങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകളൊക്കെ ആ വിശുദ്ധയിൽ നിന്ന് പകർത്താൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയാണ് എന്നെ എൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പഠിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. ആദ്യമൊക്കെ വിശുദ്ധർ എന്ന് കേൾക്കുമ്പോൾ അവർ സ്വർഗത്തിലിരിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മധ്യസ്ഥം യാചിക്കുമ്പോൾ അവരതൊക്കെ സാധിപ്പിച്ചു തരുന്നു എന്നൊരു ചിന്ത മാത്രമായിരുന്നു. എന്നാൽ നമ്മൾ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം പരസ്പരം നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മൾ വിശുദ്ധരാവണം, ആ വിശുദ്ധരോട് മധ്യസ്ഥം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നുമായിരുന്നു എൻ്റെ വിശുദ്ധയെക്കുറിച്ച് അറിയാനും പഠിക്കുവാനും ഒക്കെ. അങ്ങനെ എൻ്റെ പേരിന് കാരണഭൂതിയായ വിശുദ്ധ എലിസബത്തിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. ഈ വിശുദ്ധ എലിസബത്ത് ഒരു രാജകുമാരിയായിട്ടാണ് ജനിച്ചത്. AD 1200 കാലഘട്ടത്തിലാണ് വിശുദ്ധയുടെ ജനനം. ഈ വിശുദ്ധയുടെ മാതാപിതാക്കൾ ഒത്തിരി പ്രാർത്ഥിച്ച്, ആ രാജാവും രാജ്ഞിയും ഒത്തിരി കാലം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കാത്തിരിപ്പിൻ്റെ ഫലമായിട്ട് തന്നെയാണ് വിശുദ്ധ ജനിച്ചത്. വിശുദ്ധയ്ക്ക് സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ വിശുദ്ധ ഈശോ മറിയുമെന്ന് പറഞ്ഞുകൊണ്ടാണെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. അപ്പോൾ ആ ഒരു മാതാപിതാക്കളുടെ പ്രാർത്ഥനയും കാത്തിരിപ്പും
ത്യാഗവും നന്മയും ഒക്കെ മക്കളെ കൂടി വിശുദ്ധിയിലേക്ക് വളർത്തില്ലേ? ഇതെന്നെ ഒന്ന് ചിന്തിപ്പിച്ചു. നമ്മൾ വിശുദ്ധരാവാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ മക്കളും ആ വിശുദ്ധരാണ് എന്നറിയപ്പെടുവാനും അല്ലെങ്കിൽ വിശുദ്ധരാകുവാനും നമുക്കും ഒരു ശ്രമം നടത്തിയാൽ സാധിക്കുകയില്ലേ എന്നുള്ളൊരു ചിന്ത ഈ വിശുദ്ധരെക്കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. വളരെ ശരിയാണ്. ബാല്യകാലത്ത് വളരെ പിടിവാശിയുള്ളൊരു വിശുദ്ധ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ ആ വിശുദ്ധയുടെ പേരെന്നാന്ന്? ചേച്ചിയുടെ പേരിൽ തന്നെ ഉണ്ടല്ലോ ചേച്ചിയുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ. ശരിയാണ്, എൻ്റെ വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. ഈ സുനിത പറഞ്ഞതുപോലെ തന്നെ ഈ വിശുദ്ധയുടെ മാതാപിതാക്കളും ഒത്തിരി വിശുദ്ധരായിട്ട് ജീവിച്ചവരായിരുന്നു. വിശുദ്ധയുടെ പിതാവ് ലൂയി മാർട്ടിൻ ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തിൽ ആശ്രമത്തിൽ പോയി. എങ്കിലും അവിടെ ലത്തീൻ ഭാഷ പഠിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. അതുപോലെ മാതാവ് സെലിൻ ഗുരിൻ ആണെങ്കിലും ഒരു സിസ്റ്റർ ആകണം, ഒരു കന്യാസ്ത്രീ ആകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു കോൺവെൻറ്റിൽ ചെന്ന് ചേർന്നെങ്കിലും തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി കുടുംബജീവിതമാണ്, അതായത് വിവാഹ ജീവിതമാണ് എന്നുള്ളത് മനസ്സിലാക്കി ആശ്രമത്തിലും തിരിച്ചു പോരുകയാണ്. അങ്ങനെ ഇവർ അവിചാരിതമായിട്ട് കണ്ടുമുട്ടി അവർ വിവാഹിതരാകുന്നു. ആ വിവാഹിതരാകുമ്പം അവർ രണ്ടുപേരും ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം രണ്ടുപേരുടെ ആഗ്രഹം സമർപ്പിതരാകണമെന്നായിരുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ ഞങ്ങൾക്ക് ഒത്തിരി ധാരാളം മക്കളെ തരണമേ, അവരെയെല്ലാം ഞങ്ങൾ സമർപ്പിതരാക്കാമെന്ന്. അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥന പോലെ തന്നെ ദൈവം അവർക്ക് ദാനമായിട്ട് അവരുടെ ദാമ്പത്യ വല്ലരിയിൽ 9 മക്കളെ ദാനമായിട്ട് നൽകി. അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോലെ സമാനമായ അനുഭവമായിരുന്നു വിശുദ്ധ അന്നയുടെ ജീവിതത്തിലും. വിശുദ്ധ അന്ന ജോവാക്കീം ദമ്പതികൾ വിവാഹശേഷം 20 വർഷമായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവരെന്നാൽ പരസ്പരം ആശ്വാസവാക്കുകൾ കൈമാറി പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടി. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് വിശുദ്ധ അന്ന ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. സാറായിക്ക് വാർദ്ധക്യത്തിൽ കുഞ്ഞിനെ നൽകിയ ദൈവം തനിക്ക് ഒരു കുഞ്ഞിനെ നൽകുമെന്ന് വിശുദ്ധ അന്ന ഹൃദയത്തിൽ വിശ്വസിച്ചിരുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം ആഴമായ സ്നേഹത്തിലും വിശ്വാസത്തിലും ഉറച്ചതായിരുന്നു. നമ്മുടെ കുടുംബങ്ങളും ഇതുപോലെ തന്നെ സ്നേഹത്തിലും വിശ്വാസത്തിലും നാം വളർത്തിക്കൊണ്ടു വരേണ്ടതല്ലേ? മാലാഖ ഒരേ സമയം വിവിധ സ്ഥലങ്ങളിലായിരുന്ന വിശുദ്ധ അന്നയ്ക്കും ജോവാക്കീമിനും പ്രത്യക്ഷപ്പെട്ട 2 പേരോടും പറയുകയുണ്ടായി, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ളത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് 2 പേരും ഒരുപോലെ ദൈവസന്നിധിയിൽ പ്രീതികരമായിരുന്നു എന്ന് തന്നെ. അതുകൊണ്ട് തന്നെ ലോകരക്ഷകന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്, അമലോത്ഭവ കന്യകാമറിയത്തിന് തന്നെ ജന്മം കൊടുക്കുവാൻ അവർക്ക് സാധിച്ചു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വിശുദ്ധരായ മാതാപിതാക്കളിൽ നിന്നല്ലേ വിശുദ്ധരായ കുഞ്ഞുങ്ങൾ ജന്മമെടുക്കുന്നതെന്ന്. തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം. ഈ വിശുദ്ധ എലിസബത്തിനെ കുറിച്ച് വായിച്ച് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. ആ വിശുദ്ധയുടെ ഒരു പുണ്യ ജീവിതം, ആ പുണ്യജീവിതത്തിലേക്ക് ആ വിശുദ്ധ വളർന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വിശുദ്ധയ്ക്ക് പാവങ്ങളോട് ഒത്തിരി കരുണയായിരുന്നു. അതേപോലെ തന്നെ രോഗിയെ ശുശ്രൂഷ എന്നൊരു കർത്തവ്യം വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തതാണ് ഈ രാജ്ഞിയായ അല്ലെങ്കിൽ രാജകുമാരിയായ വിശുദ്ധ എലിസബത്ത്. ഈ രാജകൊട്ടാരത്തിലെ പ്രതാപങ്ങളിൽ ഒന്നും ആകൃഷ്ടയായിരുന്നില്ല ഈ വിശുദ്ധ എലിസബത്ത്. സാധാരണക്കാരെ വളരെ എളിമയോടുകൂടി വീടാന്തരം കയറി ഇറങ്ങി രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നു. പിന്നെ അനാഥരായ പാവപ്പെട്ട രോഗികളെ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം തന്നെ അതിനുവേണ്ടി സജ്ജമാക്കി രാജകുമാരി തന്നെ ശുശ്രൂഷ ചെയ്തു വന്നു. ഇതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഞാനൊരു നഴ്സിംഗ് പ്രൊഫഷനായിട്ട് എടുത്തു വെക്കുന്നു. എൻ്റെ ജീവിതമാർഗം തന്നെ നഴ്സിംഗ് ആണ്. എൻ്റെ ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന രോഗികളെ പോലും അത്ര ആത്മാർത്ഥതയോടുകൂടെ ശുശ്രൂഷ ചെയ്യാത്ത നിമിഷങ്ങളെയൊക്കെ ഓർത്ത് എൻ്റെ ഉള്ളിൽ വളരെ വേദന തോന്നി. ഈ വിശുദ്ധ എലിസബത്ത് നഴ്സുമാരായ നമ്മൾക്ക് ഒരു മാതൃക തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. തീർച്ചയായും സുനിത പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണത്. അതുപോലെ എന്നാൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ അങ്ങനെയല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ അറിയപ്പെടുന്നത് തന്നെ അഖില ലോക മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായിട്ടാണ്. നമുക്കെല്ലാം അറിയാം, വിശുദ്ധ ഒരു മിഷണറി ആയിട്ട് പുറത്തു പോയി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിന് പോവുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഒരു ആശ്രമ ജീവിതത്തിൽ വളരെ വിശുദ്ധമായ ജീവിതം നയിച്ച് തന്നെയാണ് ഒരു വിശുദ്ധയായി തീർന്നത്. അതിന് വിശുദ്ധയെ സഹായിച്ചത് ഒരു ആധ്യാത്മിക ശിശുത്വം എന്ന് പറയുന്ന ഒരു കുറുക്കുവഴിയാണ്. വിശുദ്ധ ആധ്യാത്മിക ശിശുത്വം എന്ന് സൂചിപ്പിക്കുന്നത്
ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനോഭാവമാണ് അത് ഈശോയുടെ അരികിൽ. സാധാരണ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനോഭാവം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാം, അതായത് ആ കുഞ്ഞിന് ഒന്നിനെക്കുറിച്ചൊരു ആകുലതയില്ല, ഒരു പരാതിയില്ല, വ്യാകുലതകളൊന്നുമില്ല. കാരണം ഒന്ന് വീണ് കഴിഞ്ഞാൽ ഞാൻ വീഴുമോ, വീണാൽ എന്നെ ആരെങ്കിലും പിടിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് വിശന്ന ഭക്ഷണമുണ്ടോ, അല്ലെങ്കിൽ നാളെ ഞാൻ എന്തായിരിക്കും, ഇങ്ങനെയുള്ള യാതൊരു പരാധീനതകളും ഇല്ലാതെ വളരെ നിഷ്കളങ്കമായിട്ട് ഈശോയോട് ചേർന്ന് ഈശോയുടെ മുന്നിൽ ഈശോയോടൊപ്പമായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ അടുത്ത ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഈശോയുടെ കയ്യിലെ ഒരു കളിപ്പന്താകാം എന്നുള്ളത്. കളിപ്പന്തെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ നമുക്കറിയാം, ആ കളിപ്പന്തെന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ അതിനൊരു സ്ഥലത്ത് ഇങ്ങനെ കുത്തി നിർത്തുമൊന്നുമില്ല, അതിനെ മുകളിലൊന്ന് കയറ്റി വയ്ക്കുന്നതൊന്നുമല്ല, എറിഞ്ഞ് തട്ടി കളിക്കുന്നതാണ്. അപ്പോൾ ഈ പന്ത് തട്ടി കളിക്കുമ്പോൾ സാധാരണ അതിനകത്ത് ആ പന്തിന് ഒത്തിരി സഹനങ്ങളുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ, അങ്ങനെ നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ജോലി മേഖലകളിലെല്ലാം നമ്മളുടെ ജീവിതം ഒരു പന്ത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ. അവസാനം എല്ലാം നമ്മൾ തന്നെയാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുമുട്ടൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കി, നമ്മളിൽ അപ്പോൾ എന്താ ഒരു കുറവുള്ളത്? വിശുദ്ധ അത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു മേടിച്ചു, എന്നിട്ടത് ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ കയ്യിൽ പന്താകാൻ ആഗ്രഹിച്ചു. നമുക്കൊക്കെ ഇന്നുള്ളൊരു കുറവ് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ഈശോയുടെ കയ്യിൽ പന്താകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, മറ്റു മനോഭാവങ്ങളോടുകൂടി നമ്മൾ. അപ്പം നമുക്ക് ചെയ്യാവുന്നത് നമുക്കും നമ്മുടെ സഹനങ്ങൾ ഈശോയുടെ കയ്യിലേക്ക് കൊടുത്ത് ഈശോയുടെ കയ്യിൽ പന്താകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ സാധിക്കും. അതുപോലെ വിശുദ്ധ ചെയ്തിരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം വിശുദ്ധയുടെ ചെറുപ്പകാലത്തിൽ 15 വയസ്സ് തികയുന്നതിന് മുമ്പ് ആശ്രമ ജീവിതം ആഗ്രഹിച്ച് ചെന്ന് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു പിതാവിൻ്റെ അടുത്ത് നിന്ന് അനുവാദം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വിശുദ്ധ യാത്ര ചെയ്ത് ആ പിൽഗ്രിമേജിന് പോകുന്ന സമയത്ത് പല ആളുകളുണ്ട് ഗ്രൂപ്പിൽ. അപ്പോൾ അതിൽ കുറച്ച് വൈദികരും ഉണ്ടായിരുന്നു. അപ്പോൾ വിശുദ്ധ ഇങ്ങനെ സൈലൻ്റായിട്ട് അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിശുദ്ധയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, വൈദികർക്ക് ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന്. അപ്പം അത് മനസ്സിലുണ്ട് വിശുദ്ധയുടെ. അപ്പോൾ വിശുദ്ധയാകാനായിട്ട് ആശ്രമത്തിൽ ചെന്നപ്പോൾ വിശുദ്ധയോട് ചോദിച്ചു, എന്ത് താല്പര്യത്തോടു കൂടിയാണ്, എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു സന്യാസ ജീവിതം ആഗ്രഹിച്ച് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വിശുദ്ധ പറഞ്ഞത് ആത്മാക്കളുടെ രക്ഷയും വൈദികരുടെ വിശുദ്ധീകരണവും എന്നാണ്. അന്നു മുതലേ വിശുദ്ധയുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചൊരാഗ്രഹമായിരുന്നു ആത്മാക്കളുടെ രക്ഷയും വൈദികരുടെ വിശുദ്ധീകരണവും. അതെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായും. ഇതുപോലെ തന്നെ വിശുദ്ധ അന്നയുടെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി പുണ്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വിശുദ്ധ അന്നയിലുണ്ടായിരുന്ന സ്നേഹവും ജ്ഞാനവുമായിരുന്നു. വിശുദ്ധ അന്ന ജ്ഞാനത്തെ അത്യധികം സ്നേഹിച്ചിരുന്നു. അതുപോലെ തീ പോലെ ജ്വലിക്കുന്ന സ്നേഹം കൊണ്ട് നിറഞ്ഞവളുമായിരുന്നു അത്. ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പം നേടിയെടുക്കാവുന്ന 2 പുണ്യങ്ങളാണ് ഈ സ്നേഹവും ജ്ഞാനവും ഒക്കെ. വിശുദ്ധ അന്നയ്ക്ക് തിരുവചനം ഹൃദയസ്ഥമായിരുന്നു. വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുവാൻ, കൃത്യമായി അതാത് സ്ഥലത്ത് ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ അന്നയ്ക്ക് അറിയാമായിരുന്നു. വിശുദ്ധ അന്നയുടെ വഴിയെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമേ ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നത് ഈ തിരുവചനം പഠിക്കുക തന്നെ. തിരുവചനം പഠിക്കുമ്പോൾ ജ്ഞാനവും സ്നേഹവും ഒക്കെ ലഭിക്കുവാൻ വേണ്ട കുറുക്കുവഴി തിരുവചനത്തിൽ തന്നെയുണ്ട്. ജ്ഞാനം ആഗ്രഹിക്കുന്നവർ ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥം 9-ാം അധ്യായവും അതുപോലെ ദൈവസ്നേഹം നിറയണമെന്ന് ആഗ്രഹിക്കുന്നവർ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായവും ദിവസേന തങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനയിലൂടെ തന്നെ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് തന്നെ ഈ കൃപ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. വിശുദ്ധ എലിസബത്തിനെ കുറിച്ച് വായിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധയിൽ നിന്ന് അനുകരിക്കാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും. അതായത് ഈ വിശുദ്ധയുടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയാണ് വിശുദ്ധ ഒത്തിരിയേറെ കാര്യങ്ങൾ ജീവിതത്തിൽ സാധിച്ചെടുത്തത്. ആദ്യമൊക്കെ വിശുദ്ധയുടെ ജീവിതത്തിൽ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലെല്ലാം ലൂയിസ് രാജകുമാരനിൽ നിന്നും വലിയ സപ്പോർട്ടൊന്നും ഈ വിശുദ്ധയ്ക്ക് ലഭിച്ചിരുന്നില്ല. അതാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. പിന്നീട് ഈ വിശുദ്ധയുടെ പുണ്യപ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ വിശുദ്ധയാവാൻ തന്നെ ഈ ലൂയിസ് രാജകുമാരൻ ഒത്തിരിയേറെ സഹായിച്ചു ഉള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വിശുദ്ധയുടെ പുണ്യപ്രവർത്തനങ്ങൾ പലപ്പോഴും രാജകുടുംബത്തിലെ മറ്റംഗങ്ങളും പ്രഭുക്കന്മാരും ഉപദേശകരുമെല്ലാം തെറ്റിദ്ധരിക്കുകയും വിമർശിക്കുകയും എല്ലാം ചെയ്തപ്പോൾ ഈ പുണ്യപ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ലൂയിസ് രാജകുമാരൻ വിശുദ്ധയോടുകൂടെ ചേരുകയാണ് ചെയ്തത്. ഒരിക്കൽ ഇവരുടെ ജീവിതത്തിൽ തന്നെ ഇവർ 3ാമത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ലൂയിസ് രാജകുമാരനും കുരിശു യുദ്ധത്തിനായിട്ട് പുറപ്പെടുവാനായിട്ട് തീരുമാനമെടുക്കുകയും അങ്ങനെ വീരമൃത്യു പ്രാപിച്ച് മരണപ്പെടുകയാണ് ചെയ്തത്. നഴ്സുമാരായ നമ്മൾക്കും പലപ്പോഴും ഈ ഒരു മാതൃക പിന്തുടരാവുന്നതാണ്.
പലപ്പോഴും നമ്മൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നു, അതിനുശേഷം മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്കും ഈശോയുടെ വേലയ്ക്കായിട്ടൊക്കെ ഓടുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പിന്തുണയും സപ്പോർട്ടും നമുക്കും വളരെ ആവശ്യമല്ലേ. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ വിശുദ്ധരുടെ മധ്യസ്ഥവും നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ഈ കുടുംബത്തെ കൂടി ഈ നമ്മുടെ പ്രവർത്തനങ്ങളോട് ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. ഒരു പരിധിവരെ എൻ്റെ ജീവിതത്തിൽ ഇതൊരു സാക്ഷ്യമായിട്ട് തന്നെ നിങ്ങളോട് മുന്നിൽ പങ്കുവയ്ക്കാൻ എനിക്ക് സാധിക്കും. ഇന്ന് ഈ നഴ്സസ് മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിയും മക്കളും എന്നെ ഒത്തിരിയേറെ സഹായിക്കുകയും അവരും ഈ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വളരുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുവാനും അനുഭവിച്ചറിയുവാനും എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും സുനിത പറഞ്ഞത് ശരിയാണ്. ഇന്ന് നമ്മളുടെ സഹോദരിമാർക്കിടയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണത്. കുടുംബജീവിതവും നമ്മുടെ ജോലി മേഖലയും, അതിനൊപ്പുറം നമുക്ക് ഈശോടൊപ്പം ഓടാനായിട്ട് സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി. ഈ മേഖലകളിൽ നമുക്ക് തീർച്ചയായിട്ടും വിശുദ്ധ എലിസബത്തിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു അവസ്ഥകളെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പ്രാർത്ഥനാ ശൈലി അങ്ങനെയല്ലായിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ സൂചിപ്പിക്കുന്നുണ്ട് ഒരു ആധ്യാത്മിക വരൾച്ച. അതായത് നമുക്കൊരു നല്ല വിചാരം പോലും ഇല്ലാതെ ഇരിക്കുന്ന, പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ഒന്നും തോന്നാതിരിക്കുന്ന ഒരവസ്ഥ. ആ സമയത്ത് വിശുദ്ധ ചെയ്തു പോകുന്നൊരു തഴക്കം ഉണ്ടായിരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ഈ പ്രാർത്ഥനകൾ സാവധാനം നിർത്തി ധ്യാനപൂർവം ചൊല്ലിക്കഴിഞ്ഞ് സ്വയം പറയും, ഇന്നത്തേക്ക് ഇപ്പോഴത്തേക്ക് ഈ ആധ്യാത്മിക ഭക്ഷണം മതിയെന്ന്. ഇനി അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വിശുദ്ധ തന്നെ എന്ത് ചെയ്യും, ഈശോയെ ഞാൻ ഒത്തിരി നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഹൃദയത്തിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. ഇനി അതിനും പറ്റാത്ത സാഹചര്യങ്ങൾ പറ്റുന്നില്ലെങ്കിൽ ഒന്നും വരെ ഈശോയുടെ രൂപത്തിലോട്ട് നോക്കിയിട്ട് ഈശോയ്ക്ക് ജസ്റ്റ് ഒരു പുഞ്ചിരിച്ചിട്ട് പറയും, ഇപ്പം ഇതുകൊണ്ട് തൃപ്തിപ്പെടും, ഇപ്പം ഇതേ പറ്റുന്നുള്ളൂ എന്ന് അങ്ങനെ പറയും. അത്രയും ഈശോയോട് ചേർന്ന് നിന്ന് പോകുന്ന അവസ്ഥയാണ്. അതുപോലെയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എന്നെ ആകർഷിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. വിശുദ്ധ ആദ്യ കുർബാന സ്വീകരണത്തിന് വിശുദ്ധ എടുത്തൊരു പ്രതിജ്ഞയായിരുന്നു, എത്രയും ദയുള്ള മാതാവേ എന്ന ജപം എന്നും ചൊല്ലി പ്രാർത്ഥിക്കാൻ. അത് മരണം വരെ വിശുദ്ധ പാലിച്ചു പോരുകയും ചെയ്തു, ഒരു ദിവസം പോലും മുടങ്ങാതെ. വിശുദ്ധയുടെ ഒരു പ്രാർത്ഥനാ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക്, അതായിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഒരു പ്രാർത്ഥനാ രീതി. അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പരിശുദ്ധ കന്യാമാതാവിൻ്റെ മുമ്പിൽ വന്ന് ആദ്യം അതങ്ങ് അവതരിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഈശോയോട് പോയി പറയും. അപ്പം വിശ്വസിച്ച് പോരുന്നതാണ്. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം ആദ്യം ഈശോ വേഗം കേൾക്കുമെന്നുള്ളത്. അതുപോലെ ഓരോ ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ഈശോ അറിയുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം അത് വിശുദ്ധ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. വിശുദ്ധ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഓസ്തി പകുതിയെ കൊടുക്കുകയുള്ളൂ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ചെല്ലുമ്പോൾ. അപ്പം വിശുദ്ധ ഒരു ദിവസം വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ ഈശോയോട് പറയാണ്, ശരിക്കും നിനക്ക് അതിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഒരു ഓസ്തി തരണമെന്ന്. അത് കഴിഞ്ഞ് അന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പതിവിലും വിപരീതമായിട്ട് വൈദികൻ 2 ഓസ്തി കഷ്ണം, പകുതിയുടെ 2 ഓസ്തി എടുത്ത് വിശുദ്ധയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യ പറയാണ്, ശരിക്കും നിനക്ക് എന്നോട് അപ്പോൾ സ്നേഹമുണ്ട് അല്ലേ എന്ന്. അതുപോലെ ഈശോയോട് പരിശുദ്ധ അമ്മയിലൂടെ പോകുന്ന ഒരു ശൈലിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ തുടർന്നുകൊണ്ടിരുന്നത്. ശരിയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വിശുദ്ധ അന്നയ്ക്ക് ദൈവതരിസന്നിധിയിൽ ഏറ്റവും പ്രീതികരമായി മാറിയത് എന്താണെന്നോ, അവളിലുണ്ടായിരുന്ന വിധേയത്വമാണ്. വിശുദ്ധ അന്ന കുഞ്ഞുങ്ങളുണ്ടാകാനായി പ്രാർത്ഥിച്ച് കാത്തിരുന്ന നാളിൽ ദൈവത്തിനൊരു വാഗ്ദാനം ചെയ്തു, തനിക്ക് ജനിക്കാൻ പോകുന്ന ശിശു ദൈവത്തിൻ്റേതാണെന്ന്. ആ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് തന്നെ ബാലികയായ മേരിയെ 3 വയസ്സുള്ളപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് സമർപ്പിച്ചു. നമ്മളൊക്കെ ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നേർച്ചകളൊക്കെ നേടിയെടുക്കാറുണ്ട് അല്ലേ? എന്നിട്ട് നമ്മൾ നേടിയെടുത്ത് കഴിയുമ്പോഴോ പലപ്പോഴും ആ നേർച്ചകൾ നിറവേറ്റുവാൻ നാം മടി കാണിക്കാറാണ്. ഇവിടെ നമുക്ക് വിശുദ്ധ അന്ന ഒരു മാതൃക തന്നെയാണ്. വിശുദ്ധ അന്ന എന്താണ് പറഞ്ഞതെന്നറിയാമോ? മക്കൾ ഒന്നാമതായി ദൈവത്തിൻ്റെതാണ്, പിന്നീട് മാത്രമാണ് മാതാപിതാക്കളുടേതെന്ന്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു സത്യം തന്നെയാണത്. നമ്മൾ എപ്പോഴും അഹങ്കാരത്തോടെ അവകാശപ്പെടുന്ന നമ്മുടെ മക്കൾ ദൈവത്തിൻ്റെതാണ്. വിശുദ്ധ അന്നയിലുണ്ടായിരുന്ന ഈ മനോഭാവം മാതാപിതാക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതിന് സമാനമായിട്ട് തന്നെയാണ് വിശുദ്ധ എലിസബത്തിൻ്റെ ജീവിതത്തിലും ഉണ്ടായത്. ഈ വിശുദ്ധ എലിസബത്തും ലൂയിസ് രാജകുമാരനും തൻ്റെ 3ാമത്തെ കുഞ്ഞിൻ്റെ ആ ഗർഭാവസ്ഥയിൽ തന്നെ വെച്ച് തന്നെ ആ കുഞ്ഞിനെ ഈശോയ്ക്ക് സമർപ്പിച്ചു.
ആ ഈശോയ്ക്ക് സമർപ്പിച്ച ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം 2 വയസ്സ് 3 വയസ്സ് പ്രായം ആകുന്നതിന് മുൻപ് തന്നെ ഒരു കന്യാമഠത്തിൽ ഏൽപ്പിക്കുകയും പിന്നീട് ആ കുഞ്ഞിൻ്റെ വളർച്ച മുഴുവൻ ആ കന്യാമഠത്തിലായിരുന്നു. പിന്നീട് ആ ജത്രൂദ് എന്ന് പറയുന്ന ആ സന്യാസിനി ഒരു വിശുദ്ധയായിട്ട് തന്നെയാണ് ആ നാട്ടിലും അറിയപ്പെട്ടിരുന്നത്. 1-2 മക്കളുള്ള മാതാപിതാക്കന്മാരായ നമ്മൾക്ക് പലപ്പോഴും നമ്മളുടെ മക്കളെ ഒരു സമർപ്പിത ജീവിതത്തിലേക്കോ ദൈവവേലയ്ക്കായിട്ടോ പറഞ്ഞുവിടാൻ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ അവർക്കും 1, 2, 3 ഒക്കെ മക്കളെ ഉണ്ടായിട്ടുള്ളൂ. എങ്കിലും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അവർ തൻ്റെ മക്കളെ ആ ദൈവവേലയ്ക്കായിട്ട് ഒരുക്കി പറഞ്ഞു വിടുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലും ഇന്നും പ്രാവർത്തികമാക്കേണ്ടതായിട്ട് ഈശോ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണെന്ന് തന്നെ എനിക്ക് ഈ വിശുദ്ധരെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 9 മക്കളെ ദൈവം അവർക്ക് ദാനമായിട്ട് നൽകിയെങ്കിലും അതിൽ 4 പേര് അവരുടെ ചെറുപ്പകാലങ്ങളിൽ തന്നെ അധികം നാൾ കഴിയുന്നതിന് മുമ്പ് മരണമടഞ്ഞു പോയി. ബാക്കി ഉണ്ടായിരുന്ന 5 പേരും സമർപ്പിതരായിരുന്നു. 5 പേരും വിശുദ്ധരാകുകയും ചെയ്തു. അത് തീർച്ചും ആ മാതാപിതാക്കളിൽ ഉണ്ടായിരുന്ന ദൈവഭക്തിയുടെ ഒരു തെളിവ് തന്നെയായിരുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കൾ വളരെ മരിയഭക്തി ഉള്ളവരായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കൊച്ചു ത്രേസ്യയും ഒത്തിരി മരിയഭക്തിയുള്ള വിശുദ്ധയായിരുന്നു. നമ്മൾ ജീവചരിത്രത്തിലൂടെ നമ്മൾ നോക്കുമ്പോഴത്തേനും അറിയാം, വിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാളിൻ്റെ ദിവസമാണ് വിശുദ്ധ സന്യാസ മഠത്തിലോട്ട് പ്രവേശിക്കുന്നത്. അതുപോലെ കാരുണ്യമാതാവിൻ്റെ തിരുനാളിൻ്റെ ദിവസമാണ് വസ്ത്രം സ്വീകരിക്കുന്നത്, സഭാവസ്ത്രം സ്വീകരിക്കുന്നത്. അതുപോലെ പരിശുദ്ധ മാതാവിൻ്റെ ജന്മദിനത്തിൻ്റെ അന്നാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ വ്രതവാഗ്ദാനം നടത്തുന്നത്. അതുപോലെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ഫീസ്റ്റ് നമ്മൾ ആഘോഷിക്കുന്നത് ഒക്ടോബർ 1. നമുക്കറിയാം, അത് നമ്മൾ മാതാവിന് വേണ്ടി പ്രത്യേകം കൊന്തമാസത്തിന് വേണ്ടിയിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാസം തന്നെയാണ്. ഇതിലൊക്കെയും കൂടുതൽ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. വിശുദ്ധ എന്നും ദിവ്യബലി അർപ്പിക്കാൻ പോകുമ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പായിട്ട് വിശുദ്ധ പരിശുദ്ധ അമ്മയെ ഹൃദയത്തിലോട്ട് ക്ഷണിച്ച് മാതാവിനോട് പറയും, എൻ്റെ ഹൃദയത്തിലെ ചപ്പും ചവറും എല്ലാം വൃത്തിയാക്കി കാലിത്തൊഴുത്തിൽ ഈശോയ്ക്ക് പിറക്കാൻ കാലിത്തൊഴുത്ത് അത് യോഗ്യമാക്കിയതുപോലെ എൻ്റെ ഹൃദയവും നീ ഒരുക്കി തരണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ചോദിച്ച് പറഞ്ഞിട്ടാണ് പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ശരിക്കും ഒത്തിരി നല്ല ഒരു ആശയമാണെന്ന് എനിക്ക് തോന്നി. നമ്മളും പലപ്പോഴും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കാം. അതുപോലെ നമ്മുടെ മക്കൾക്കും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. കൊച്ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നവംബർ 17-ാം തീയതി ഫീസ്റ്റ് ആഘോഷിക്കുന്ന ഈ വിശുദ്ധ എലിസബത്തും, ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് എന്നാണ് പൂർണ്ണമായിട്ടും പറയുന്നത് നമ്മൾ. ഈ വിശുദ്ധ എലിസബത്ത് 24 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. ഈ 24 വയസ്സിനുള്ളിൽ തന്നെ 4 പ്രാവശ്യം മാതാവിൻ്റെ ഒരു പ്രത്യക്ഷപ്പെടൽ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതായത് ഈ വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് മാതാവ് നേരിട്ട് ഇടപെട്ട് വിശുദ്ധയെ നയിച്ചു എന്നാണ് വായിച്ചറിയാൻ സാധിച്ചത്. ഈ വിശുദ്ധയുടെ മധ്യസ്ഥം ഇന്നും സഭയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തും മരിച്ചതിന് ശേഷവും ഒക്കെ ഒത്തിരിയേറെ മധ്യസ്ഥം സഭയിൽ അനുഭവപ്പെടുന്നതായിട്ട് ചരിത്ര ലേഖന ഈ പുസ്തകങ്ങളിലെല്ലാം നമുക്ക് വായിച്ചറിയാൻ സാധിക്കുന്നു. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ അന്നയ്ക്ക് വളരെ പ്രത്യേകമായ സ്വർഗീയ കൃപകൾ ദൈവം നൽകിയിരുന്നു. മനുഷ്യരുടെ ഏത് ആത്മീയവും ശാരീരികവും മാനുഷികമായ ആവശ്യങ്ങളിലും വിശുദ്ധ അന്ന സഹായിക്കുകയും അതുപോലെ വിശുദ്ധ അന്ന ചോദിക്കുന്ന ഏത് കാര്യവും ദൈവം അവൾക്ക് ദാനമായി നൽകുകയും ചെയ്തിരുന്നു. വിശുദ്ധ അന്നയുടെ മധ്യസ്ഥം വഴിയായി ഒത്തിരി പേർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുകയും അതുപോലെ ആസന്ന മരണരായ രോഗികളൊക്കെ സുഖപ്പെടുകയും അതിലെല്ലാം ഉപരിയായി ഒത്തിരി മരിച്ചവർ വരെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ അന്ന വീട്ടമ്മമാരുടെയും കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാരുടെയും കുടുംബങ്ങളുടെയും ഒക്കെ മധ്യസ്ഥയാണ്. വിശുദ്ധ അന്നയുടെ തിരുനാൾ സഭ ആഘോഷിക്കുന്നത് ജൂലൈ 26-നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജന്മദിനം പോലെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പേരിൻ്റെ വിശുദ്ധയായ ആ വിശുദ്ധയുടെ തിരുനാൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളത് ആഘോഷിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ഫീസ്റ്റായിട്ട് നമ്മൾ ആഘോഷിക്കേണ്ടത് തന്നെയാണ്. നമ്മളിപ്പം ഈ പറഞ്ഞു കേട്ട ഈ 3 വിശുദ്ധരിലൂടെയും സഭയിൽ ഒത്തിരി അധികം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അവയെല്ലാം പറയാൻ നിന്നാൽ നമുക്കിപ്പം ഇവിടെ സമയം തികയാതെ വരും. നമ്മൾ ഈ പങ്കുവെച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, വിശുദ്ധരാകുവാൻ വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നല്ലേ. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ വിശുദ്ധിയോടുകൂടെ മാത്രം ചെയ്താൽ മതിയെന്ന്. എന്തെന്നാൽ തിരുവചനം പറയുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ പേരിൻ്റെ വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധയെക്കുറിച്ച് പഠിക്കുവാൻ പ്രചോദനമുണ്ടാകട്ടെ എന്നും ആ വിശുദ്ധരിൽ നിറഞ്ഞു നിന്ന സ്വർഗീയ വരങ്ങൾക്കും പുണ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ
വിശുദ്ധ അന്നായെ, വിശുദ്ധ എലിസബത്തെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അന്നായുടെയും വിശുദ്ധ കൊച്ചുത്രേസ്യായുടെയും ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിൻ്റെയും കൂടെ യാത്ര ചെയ്ത ഒരനുഭവം തോന്നുന്നില്ലേ ഇപ്പോൾ? അവരും നമ്മെപ്പോലെ സാധാരണ മനുഷ്യരായിരുന്നു. എങ്കിലും ഈശോയോടുള്ള തീക്ഷ്ണമായ സ്നേഹം അവരുടെ ജീവിതം മാറ്റിമറിച്ചു. സ്വയം മറന്നും ഈശോയ്ക്ക് വേണ്ടി മാത്രമായി അവർ ജീവിച്ചു. നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയുടെ ലക്ഷ്യവും ഇതുതന്നെയാണ്. ലോകമെമ്പാടുമുള്ള നഴ്സസ് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് അവരും അവരുടെ കുടുംബവും വിശുദ്ധരായിത്തീരണം. നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ, ഈശോയുടെ കയ്യിലെ ഒരു കളിപ്പന്തായി മാറുവാൻ, എല്ലാറ്റിലുമുപരിയായി ഈശോയെ സ്നേഹിക്കുവാനുള്ള കൃപകൾ തരണമേ എന്ന്. അതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.